എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് 1,70,000 കിലോമീറ്റർ കവർ ചെയ്തൊരു നെക്സോൺ EVയുടെ നെക്സോൺ പ്രൈം EVയുടെ റിവ്യൂ എടുക്കാനായിട്ടാണ് പോകുന്നത്. 1,70,000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 1,60,000 കിലോമീറ്റർ വരെ ബാറ്ററി വാറണ്ടി ഉള്ളൂ. അത് ബാറ്ററി വാറണ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സോൺ EV പ്രൈം യൂസറുടെ ഒരു ഫീഡ്ബാക്കാണ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരാനായിട്ട് താല്പര്യമില്ല, പബ്ലിസിറ്റി അല്ല ഇതിനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവിനും വിപരീതമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ കണ്ട് സംസാരിക്കുന്ന ഈ ഒരു മോഡലിലായിരിക്കത്തില്ല, നേരെ ഓപ്പോസിറ്റ്. ഇത് ഔട്ട്സൈഡിൽ വണ്ടി മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, വണ്ടി ഓടിപ്പോകുന്നതും ആ ഒരു ഇതിലായിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. സോ എല്ലാവരും കോർപ്പറേറ്റ് ചെയ്യാം. അപ്പം മനു, ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ. 1,60,000 കമ്പനിയുടെ വാറണ്ടി. അപ്പം ഇത് ഓൾമോസ്റ്റ് 1,70,000 കഴിഞ്ഞു. അതെ, 1,70,000 കഴിഞ്ഞു. അന്നപ്പം അതിൻ്റെ ഒരു ഫീഡ്ബാക്കും ഇതിന് വാറണ്ടി പീരീഡിൻ്റെ ഇടയ്ക്ക് ബാറ്ററീസ് വല്ലതും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇതുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റിലെ ഇതുവരെ ഓടിച്ചതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബാറ്ററി കംപ്ലൈൻറ്റ് എന്തെങ്കിലും വന്നിട്ട് വാറണ്ടി പീരീഡിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു 85,000 കിലോമീറ്റർ ആയ സമയത്ത് എൻ്റെ ബാറ്ററി പാക്കിന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ വണ്ടി ഡിസ്ചാർജ് ആയ ഒരു 10% എത്തുന്ന സമയത്താണ് ലിംബ് മോഡ് വരുന്നത്. അത് 10%, 11%, 12% ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ആ ബാറ്ററി പാക്ക് അവിടെ കൊണ്ട് കാണിച്ചു. ബാറ്ററി പാക്ക് അല്ല, വണ്ടി കൊണ്ടുവന്ന് കാണിച്ചു. വണ്ടി കൊണ്ട് കാണിച്ചപ്പോൾ അവർ ചെക്ക് ചെയ്തു. ഞാൻ ആക്ച്വലി സ്ഥലത്തില്ലായിരുന്നു, പുറത്ത് വേറെ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത് അവിടെ കൊണ്ടുകൊടുത്ത്. പക്ഷേ ഒരു 2 ദിവസം കൊണ്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബാറ്ററിക്ക് ഇഷ്യൂ ഉണ്ട്. ഈ ലിംബ് മോഡ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ 10% താഴെ പോകുമ്പോൾ ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിലോട്ട് ഷിഫ്റ്റ് ആവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. സോ ആ പ്രശ്നവും കൂടെ കൊണ്ടുവന്ന് കാണിച്ചു. അവർ ചെക്ക് ചെയ്തിട്ട് വണ്ടിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. സോ അത് ബാറ്ററി മാറ്റി തന്നു. വേറെ പൈസ ഒന്നും ആയില്ല. പക്ഷേ തിരിച്ച് കിട്ടിയത് റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആയിരുന്നു. അത് 2 കാര്യമുണ്ട്. ഒന്ന്, അവർ തന്നെ പറഞ്ഞു റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആണെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ അടുത്തൊരു ലേബലുണ്ട്. ആ ലേബലിനകത്ത് മാനുഫാക്ചറിങ് ഇയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്നാണ് ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. എത്ര കിലോമീറ്ററിലായിരുന്നു ഇത്? 85,000 കിലോമീറ്റർ. 85,000 ഈ റീഫർബിഷ്ഡ് ബാറ്ററി തരികയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതൊരു നല്ല ഒരു പ്രവണതയായിട്ട് താങ്കൾക്ക് തോന്നിയോ? അത് ശരിയായ ഒരു നടപടിയായിട്ട്? അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയത്തില്ല. എങ്കിലും ബേസിക്കലി പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 85,000 കിലോമീറ്ററിൽ നമ്മൾ വണ്ടി ഓടുമ്പോൾ അതിനനുസരിച്ച് ബാറ്ററി ഒരു കൺസ്യൂമബിളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബാറ്ററി ഒരു കൺസ്യൂമബിളാണ്. സോ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി നമ്മളൊരു 5%, അതിന് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അതിൻ്റെ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ എൻ്റെ ബാറ്ററി മാറ്റുന്ന സമയത്ത് ഒരു 95%, 94% ആയിരുന്നു SOH. പക്ഷേ അത്രയും SOH ഉള്ള ഒരു ബാറ്ററി പാക്ക് 94% ആയിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടിയത് 95% SOH ഉള്ള ഒരു ബാറ്ററിയാണ്. അതായത് 6% ഞാൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞൊരു പ്രോഡക്റ്റിനാണ് അവർ റീപ്ലേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ 95% SOH വെച്ചതിനകത്ത് എനിക്ക് വലിയ കൺസേൺ തോന്നിയിട്ടില്ല. പക്ഷേ ഇത്രയും പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരാൻ പാടുള്ള സംഗതി അല്ല ഇത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയൊരു ബാറ്ററി പാക്ക്, പലർക്കും പുതിയ ബാറ്ററി പാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. റീഫർബിഷ്ഡ് മാത്രമല്ല കൊടുക്കുന്നത്. പിന്നെ അത് എന്തിൻ്റെ ബേസിലാണ് അങ്ങനെ കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഓൾറെഡി ഒരാളുടെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് ഇത് ചെന്നതിന് ശേഷമാണ് അത് റീഫർബിഷ്ഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കാരണം ഒരു കംപ്ലൈൻറ്റ് വന്ന് അത് റിപ്പയർ ചെയ്തത് ഈവൺ ഇപ്പോൾ ഓരോ മാനുഫാക്ചർ ഇതിപ്പോൾ അവരുടെ ഒരു ട്രയൽ പീരീഡ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. വാറണ്ടി പീരീഡിൽ തന്നെ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അത് അവരുടെ ബാറ്ററിയുടെ ക്വാളിറ്റി കുറവ് തന്നെയാണ് ശരിക്കും. അത് എനിക്ക് പറയാം, മീൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറെ പേരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ അധികം പേർക്ക് ഇത് മാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ടോട്ടൽ വണ്ടി എടുത്തിട്ടുള്ള എത്ര പേരുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. ഞാനത് കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം. പക്ഷെ അതിനെക്കുറിച്ച് അറിയത്തില്ല. എങ്കിലും ഒരു 10-20% ആൾക്കാർക്ക് പ്രശ്നം വരുന്നു എന്നാണ് എൻ്റെ ഒരു അസംഷൻ ഇപ്പോഴത്തെ ഇത് വെച്ച്. സോ അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്.
ടാറ്റ ഇപ്പോൾ ഈ ചെയ്യുന്ന സംഗതിയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം 85,000 കിലോമീറ്റർ എനിക്ക് റീഫർബിഷ് ചെയ്ത ബാറ്ററി പാക്ക് ഇപ്പോൾ ഏതാണ്ട് വീണ്ടും ഒരു 85,000 കിലോമീറ്ററോളം ഓടി. ആ സമയത്തും ബാറ്ററിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം അത് ഈ അടുത്തിടയ്ക്ക് ഞാൻ 5% വരെ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. റേഞ്ച് കുറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ 5% ഓടാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സോ അതുകൊണ്ട് ആ ബാറ്ററി പാക്കിന് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കയറി എന്ന് പറഞ്ഞൊരു എറർ കാണിക്കുന്നുണ്ടായിരുന്നു, ഐസൊലേഷൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 167 ആയപ്പോഴാണ്, വാറണ്ടി കഴിഞ്ഞിട്ടായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വലി ഞാൻ വണ്ടി ഒരിക്കൽ ചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ ഐസൊലേഷൻ ഫാൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിക്കേഷൻ വന്ന്. സോ ഇൻഡിക്കേഷൻ വന്നപ്പോൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് അകത്ത് മോയ്സ്ചർ, ബാറ്ററി പാക്കിനകത്ത് IP67 റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി പാക്കിനകത്ത് മോയ്സ്ചർ കയറിയിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എറർ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞായിരുന്നു. സോ അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു. ഒന്ന് റിപ്പയർ ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സോ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ റിപ്പയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ നമ്മളുടെ ബാറ്ററി പാക്ക് അവരുടെ സർവീസ് സെൻറ്റർ പൂനെയിലോ ബാംഗ്ലൂരോ ഉള്ള അവരുടെ ബാറ്ററി സർവീസ് സെൻറ്ററിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രോസസ്സ്. സോ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ നമ്മൾ ബിയർ ചെയ്യണമെന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ്ട് 65 to 70 രൂപയ്ക്ക് അകത്ത് വരുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എങ്കിലും അതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട്, ഒരു 1-1.25 ലക്ഷം രൂപ വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പ്രശ്നം എന്നുള്ളത് പ്രോപ്പറായിട്ട് പറയണമെങ്കിൽ തന്നെ ഇത് അവിടെ കൊണ്ടുപോയാലേ അറിയാനൊക്കത്തുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അതാണ് റിപ്പയറിൻ്റെ കേസ്. പിന്നെ ഈ റിപ്പയർ ചെയ്ത് വന്ന ബാറ്ററി പാക്കിന് എത്ര വാറണ്ടി ഉണ്ട് എന്നുള്ളതും നമുക്കറിയത്തില്ല. അത് അവർ ടാറ്റ ഓട്ടോകോമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ അവരത് റെസ്പോൺസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോഴോ, ഞാൻ 50,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓറലി ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പോസ്റ്റ് വാറണ്ടി പോളിസി എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇതുവരെ എനിക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. 1,50,000 കഴിഞ്ഞപ്പോൾ പോലും ഞാൻ മെയിൽ അയച്ചതിന് പ്രോപ്പറായിട്ടൊരു റെസ്പോൺസ് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫോളോ അപ്പ് മെയിലൊക്കെ അയച്ചിട്ട് ഏറ്റവും അവസാനം ഒരു റെസ്പോൺസ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. സോ എൻ്റെ ഈ ബാറ്ററി പാക്കിന് ഇഷ്യൂ വന്ന സമയത്ത് ഓൾറെഡി കുറേ ആൾക്കാർ 1,60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. സോ എന്നിട്ട് പോലും അവർക്ക് പോസ്റ്റ് വാറണ്ടി പോളിസി പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. കാരണം എനിക്ക് ഏതാണ്ട് 1 മാസത്തോളം ഇതിൻ്റെ പുറകെ എഴുത്തുകുത്തി വീണ്ടും ചോദിച്ച് അവർ പിന്നെ അതിന് ഉത്തരവൊക്കെ ക്ലിയറൻസ് ഒക്കെ എടുത്തിട്ടായിരിക്കണം അവർക്ക് റിപ്ലൈ അയക്കാൻ വെക്കുന്നത്. സോ അവരുടെ പോളിസി എല്ലാം ഡ്രാഫ്റ്റഡ് ആണ്, പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓൾറെഡി ഡ്രാഫ്റ്റഡ് ആയതുകൊണ്ടായിരിക്കണം അവർക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഈ സാധനം വാറണ്ടിയിലില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റിപ്പയറിൻ്റെ കാര്യം. പിന്നെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണ്ടത്തെയാണ് 2020 ഒക്ടോബറിലാണ് ഞാൻ വണ്ടി എടുത്തത്. സോ അപ്പോഴത്തെ ഒരു കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷത്തി അപ്പോഴത്തെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 30 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് ആയിരുന്നു. സോ ആ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള കോസ്റ്റ് അവർ പറഞ്ഞ ഏതാണ്ട് 6,85,000 രൂപയാണ്. സോ 6,85,000 രൂപ എന്ന് പറയുന്നത് അത് എമൗണ്ട് കൂടുതലാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ കാര്യം, നമ്മൾ ഈ ബാറ്ററിയുടെ അസസ് ചെയ്യുന്നത്, അതായത് ബാറ്ററിയുടെ ലൈഫിനെ അസസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ബാറ്ററി കോമൺ ആയിട്ടുള്ള ഒരു കൺസ്യൂമബിളാണ്, അതിന് ഒരു ലൈഫുണ്ട്. സോ അപ്പോൾ നോർമലി ലിഥിയം അയൺ ബാറ്ററീസിനകത്ത് ഈ NMC ഉണ്ട്, LFP ഉണ്ട്. നമ്മുടെ ഈ ടാറ്റക്കാർ ഇത് അഡ്വർടൈസ് ചെയ്യുന്നത് തന്നെ LFP ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞിട്ടാണ്. സോ LFP ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആൾ, അല്ലെങ്കിൽ വളരെ സാധാരണ അല്ല, EV എടുക്കാൻ പാകത്തിന് ആലോചിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ LFPയെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ സേഫാണ്. പിന്നെ ലൈഫ് സൈക്കിൾ കൂടുതലാണെന്നുള്ള 2 ഇൻഫർമേഷൻ നമുക്ക് നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. സോ അപ്പോൾ ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. NMCയെ റിലേറ്റീവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇച്ചിരി സേഫ്റ്റി കൂടുതലാണ്. പിന്നെ ഈ ലൈഫ് സൈക്കിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുമാതിരി എല്ലായിടത്തും 3000 to 10,000 ലൈഫ് സൈക്കിളാണ്, ചാർജിങ് സൈക്കിളാണ് ഇതിന് പറയുന്നത്. അത് DOD ഡിപ്പെൻഡൻ്റ് ആണ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. സോ അതുകൊണ്ട് 3000 കൂട്ടണം. 3000-നെക്കാട്ടിയും കുറച്ചുകൂടെ താഴെ ഒരു 2,500 2,000 വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് 2,000 സൈക്കിൾ കിട്ടുകയാണെങ്കിൽ 200 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു ബാറ്ററിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ ഓടണ്ടേ. ഓക്കെ, ഇപ്പോൾ ലൈഫ് സൈക്കിൾ 3000 സൈക്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 3000 സൈക്കിൾ
ടാറ്റ പറയുന്ന ഒറിജിനൽ ARI പറയുന്ന കിലോമീറ്റർ വെച്ചിട്ട് 300 കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ 3000 സൈക്കിൾ 300 കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 9 ലക്ഷം കിലോമീറ്റർ വരെ ഇത് ഓടേണ്ടതാണ് ആക്ച്വലി. പക്ഷേ അത് നമുക്ക് എടുക്കണ്ട, ഇത് ഐഡിയൽ കേസാണല്ലോ. ARI ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കുന്നതാണ്. സോ അതുകൊണ്ട് അതിനെ വലിയ ഇതായിട്ട് എടുക്കണ്ട. പക്ഷേ നമുക്ക് റിയൽ വേൾഡിൽ കിട്ടുന്നത് 200 കിലോമീറ്റർ ഒക്കെയാണ്. സോ 200 കിലോമീറ്റർ വെച്ചിട്ട് 3000 സൈക്കിൾ നോക്കുകയാണെങ്കിൽ 6 ലക്ഷം കിലോമീറ്റർ കിട്ടും. ഓക്കെ, അതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു 10% കുറച്ചാൽ പോലും 5 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കിലോമീറ്റർ കിട്ടണ്ടേ. ആ സ്ഥാനത്താണ് 85,000 എനിക്ക് ആദ്യമേ പണി കിട്ടിയത്. പിന്നെ ഈ IP67 റേറ്റിംഗ് ഈ പറയുന്ന രണ്ടാമത് ബാറ്ററി പാക്ക് തന്നതിന് ശേഷം ഏതാണ്ട് 1.5 വർഷം കഴിയുന്നതേ ഉള്ളൂ. ആ 1.5 വർഷത്തിന് ഇടയ്ക്ക് അതിനകത്ത് വെള്ളം കയറുന്നതും, അത് അവരുടെ സീലിങ്ങിൻ്റെ ആണോ എന്തോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ അതിനകത്ത് വെള്ളം കയറിയെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വെള്ളത്തിൽ കൂടെ ഒന്നും ഓടിക്കുന്ന മീൻസ് ഈ വാട്ടർ ലോഗിങ് സ്ഥലത്തൂടെ ഒന്നും ഓടിക്കുന്ന വണ്ടിയല്ല. അതേപോലെ ഈ പ്രഷർ വാഷോ അങ്ങനെയൊന്നും നമ്മൾ അണ്ടർ ബോഡി ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലും അല്ല. എന്നിട്ടും നമുക്കിങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൂടെയൊക്കെ ഓടിക്കേണ്ടി വന്നിട്ടുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, സോ ഇതാണ് ഈ റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. സോ ആ കോസ്റ്റ് കൂടുതലാണ് പറഞ്ഞതിനകത്ത് എനിക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാനുള്ളത്, ഇപ്പൊ ഇത്രയും ചിലപ്പോൾ ഈ ബാറ്ററിക്ക് കോസ്റ്റ് കാണും. എനിക്കതിനെ കുറിച്ച് കറക്റ്റ് പറയാൻ അറിയത്തില്ല, എങ്കിലും ഏകദേശം ഇത്രയും കോസ്റ്റ് കാണുമായിരിക്കും. പക്ഷേ ഈ 6.85 ലക്ഷം രൂപ കൊടുക്കുന്ന ബാറ്ററി പാക്ക് ഒരു 4 ലക്ഷം കിലോമീറ്ററോ അല്ലെങ്കിൽ 5 ലക്ഷം കിലോമീറ്ററോ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പ്രശ്നമില്ല. ഏതാണ്ട് പെർ കിലോമീറ്റർ നോക്കുമ്പോൾ 1 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് ഈ ബാറ്ററി പാക്കിന് വേണ്ടി എക്സ്ട്രാ 1 രൂപ മുടക്കി എന്ന് പറഞ്ഞ് പെർ കിലോമീറ്റർ മുടക്കുന്നത് ആർക്കും അത്ര വലിയ വിഷമം കാണേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ബാറ്ററി പാക്ക് പുതിയത് വാങ്ങിക്കാനാണെങ്കിൽ പഴയ ബാറ്ററി പാക്കിന്റെ സാവേജ് വാല്യൂം കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞ് കിട്ടേണ്ടതാണ്. പുതിയ ബാറ്ററി പാക്ക് വാങ്ങിക്കുമ്പോൾ അതിന് 8 വർഷം അല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്റർ അവർ വാറണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് അതൊന്നും ഒരു കൺസേൺ അല്ല, വലിയ ഇഷ്യൂസ് അല്ല. പക്ഷെ പ്രശ്നം വരുന്നത് ഈ റിപ്പയർ ചെയ്ത് വരുന്ന ബാറ്ററി പാക്കിന്, അതിന് എത്ര വാറണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ കിട്ടുന്ന വാറണ്ടിക്കും ഈ 1.6 ലക്ഷം കിലോമീറ്റർ പുതിയ ബാറ്ററി പാക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വാറണ്ടിക്കും ലോണർ കാർ അല്ലെങ്കിൽ ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഇല്ല. അതായത് സാധാരണ നമ്മളുടെ വണ്ടിക്ക് ഒരു ബാറ്ററി പാക്കിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സർവീസ് സെൻറ്ററിൽ കുറേ നാൾ കിടക്കുകയാണെങ്കിൽ, ഒരു 2 ദിവസത്തിൽ കൂടുതലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേറെ ഒരു ലോണർ EVയോ അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി കോമ്പൻസേഷൻ ആയിട്ട് ഒരു 1000-1200 രൂപ ആ റേഞ്ചിലൊക്കെയുള്ള എമൗണ്ടോ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ട് ടാറ്റയ്ക്ക്. ഓക്കെ, സോ ആ ഒരു സംഗതി നമുക്ക് ഈ വാറണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ബാറ്ററി പാക്കിനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ബാറ്ററി പാക്കിനോ ഉള്ള വാറണ്ടിക്ക് എലിജിബിൾ അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് വാറണ്ടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എത്ര നാളിത് എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. ഒന്ന് ഈ ബാറ്ററി പാക്ക് പോയിട്ട് വരണം. അപ്പം ഇതിപ്പം ഒന്നിലെ പൂനെയിലെ ഇല്ലേ ബാംഗ്ലൂർ, അവിടെ ഇപ്പം താങ്കൾ നമ്മള് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉള്ള സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുകയാണ്. കാരണം ഇവര് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാണ്ട് ഇവര് സമ്മതിക്കുന്നില്ല, ഡയറക്റ്റ് പ്ലാന്റിൽ കൊണ്ടു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അവിടെയുള്ള സർവീസ് സെന്റർ വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിയറസ്റ്റ് ഉള്ള ഒരു സർവീസ് സെന്ററിൽ കൊടുക്കുകയാണെന്നുണ്ടല്ലേ ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ ആവശ്യം വരുന്നില്ലല്ലോ. അതിന്റെ കാര്യത്തെ കുറിച്ച് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നത് കുറയേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത് എന്നുള്ളത് കൊണ്ട് കുറയേണ്ടതാണ്. പക്ഷെ എങ്കിലും അതിനെക്കുറിച്ച് ഞാൻ അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് മെയിൽ അയച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം സ്പെസിഫിക്കലി. ഞാൻ ബാംഗ്ലൂരേക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഇതിനകത്ത് വ്യത്യാസം വരും എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതവിടെ എത്തുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയുക എന്നുള്ള അല്ലാതെ ഒരു എമൗണ്ട് അവർ പറഞ്ഞിട്ടില്ല. അതേപോലെ ഈ 65,000 to 70,000 രൂപ വരുമെന്ന് പറഞ്ഞതിൻ്റെ സ്പ്ലിറ്റപ്പ് അവർ തന്നിട്ടില്ല. അവർ പറഞ്ഞേക്കുന്നത് പാക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും ബേസിക് ഇൻസ്പെക്ഷനും കൂടെ ചേർത്തിട്ടാണ് ഈ എമൗണ്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ സീൽ ചെയ്യുന്നതും അതിൻ്റെ ടെസ്റ്റിങ്ങും അതൊക്കെ കൂടെ ഇനി എക്സ്ട്രാ വരേണ്ട സംഗതികളായിരിക്കും മോസ്റ്റ്ലി. അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാന്ന് എൻ്റെ വിശ്വാസം. പൊതുവെ ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഈ ഇത്രയും എമൗണ്ട് കൊടുത്ത് എടുക്കുന്ന ഒരു ബാറ്ററി വാറണ്ടി പീരീഡിലെ ഈ ഒരു പലർക്കും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ വാറണ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്ത് ഇത് റീപ്ലേസ് ചെയ്യുന്ന പുതിയ ബാറ്ററി അല്ല,
റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് വന്നതിന് ശേഷം ഇത് വീണ്ടും എന്തെങ്കിലും ഇതിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ് തന്നെ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ? അതെ, അപ്ലൈ ചെയ്യേണ്ടി വരും. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. സംഗതി ശരിയാണ്. അതായത് നമുക്കിപ്പോ ഒരു EV എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പോസ്റ്റ് വാറണ്ടി നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ പോസ്റ്റ് വാറണ്ടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് അതിന് പോസ്റ്റ് വാറണ്ടിയുടെ കേസിനെ കുറിച്ച് നമുക്ക് ആക്ച്വലി അറിവ് വേണം. പക്ഷേ വണ്ടി പുതിയതായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറ്റം പറയാൻ ഒക്കില്ല. കാരണം അത്ര നാളത്തെ ഇൻഫർമേഷനൊക്കെ എടുത്തിട്ടായിരിക്കും അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ ഒക്കില്ല. പക്ഷേ മൾട്ടിപ്പിൾ ഓണേഴ്സ്, ഒന്നിലധികം ഓണേഴ്സ് 1.6 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടും അവരതിനകത്തൊരു പോളിസി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമുള്ള കാര്യമാണ്. ഇവർ 1,60,000 ഇവർ പറയുന്ന ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ 8 വർഷം എന്നുള്ളത്. പക്ഷെ 8 വർഷം എന്നുള്ളത് അത് വണ്ടി ഓടിക്കുന്നില്ലാത്തവർക്കാണ്, അധികം ഓട്ടം ഇല്ലാത്തവർക്കാണ് ഈ 8 വർഷത്തിലോട്ട് എത്തത്തുള്ളൂ. ഇല്ലാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ 1,60,000 ഫസ്റ്റില് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോ ഈ ഇവര് ക്ലെയിം ചെയ്യുന്നതിന് മുന്നേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യാവുന്ന കേസ് ആയിരിക്കാം. പക്ഷെ ഈ പറയുന്ന പോലെ അധികം നാൾ വണ്ടി കിടക്കണ്ടാത്ത ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് റീപ്ലേസ് ചെയ്ത് വിടുന്നത്. പക്ഷെ രണ്ടു കൂട്ടർക്കും തലവേദനയില്ല. ഈ സംഭവം വാറണ്ടി പീരീഡിലാണ് പോകുന്നത്, നമ്മളൊന്നും അറിയുന്നില്ല. ഓക്കെ, അത് വളരെ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ആ ഒരു ബാറ്ററി കംപ്ലൈന്റ് ഒന്നും ഓക്കെ, അത് പെട്ടെന്ന് മാറ്റി കിട്ടി, നമ്മളൊന്നും അറിഞ്ഞില്ല, നമുക്കൊന്നും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതേ സംഭവം ഈ ഒരു ക്ലെയിം ചെയ്യുന്ന വാറണ്ടിക്കുള്ളിൽ ഒന്നിൽ കൂടുതൽ തവണ ഇത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവരുണ്ട്. അന്നപ്പം ഇത് ഒരു കംപ്ലൈന്റ് വാറണ്ടിക്ക് ശേഷം നമ്മൾ ഒരു റിപ്പയറിങ് ചെയ്തതിന് ശേഷം വരുന്നതിനും എന്ത് വാറണ്ടിയാണ് ഉള്ളത്? ആ ഒരു നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മനസ്സിലായി, വിശ്വാസം, ട്രസ്റ്റ്. ഇത് ഞാൻ എന്റെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്തിന്റെ കാര്യം. അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് നമുക്ക്. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇപ്പം EV ഓടിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു EV. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓടിച്ചിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 106 വാട്ട് അവർ പെർ കിലോമീറ്റർ കാണിക്കുന്നത്. 106 വാട്ട് അവർ പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 വാട്ട് അവർ പെർ കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ഈ 30 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി പാക്ക് ഉള്ള ഒരു വണ്ടിക്കകത്ത് ഏതാണ്ട് 300 റേഞ്ച് കിട്ടും, ഇങ്ങനെയാണ് ഓടിക്കുന്നതെങ്കിൽ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കാമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സംസാരിച്ചാൽ ഓടിക്കുന്നത് എന്നുള്ളത്. കാമായിട്ടാണ്, പിന്നെ വലിയ ട്രാഫിക്കും ഇല്ല. ഈ നമ്മൾ സ്ലോ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടും, കാരണം പ്രെഡിക്റ്റീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കും. സോ അതൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അത്യാവശ്യം നല്ല പെട്രോൾ ടാങ്ക് ഉണ്ട്, പെട്രോൾ എവിടെ വേണമെങ്കിലും കിട്ടും. സോ ഇതുകൊണ്ട് നമ്മൾ ഈ എഫിഷ്യൻസി മീൻസ് മൈലേജ് കൂടുതലുള്ള വണ്ടി നോക്കി എടുക്കണമെന്നുള്ളതല്ലാതെ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കാം എന്നുള്ള കാര്യം അധികം കൺസിഡർ ചെയ്യാറുള്ള സംഗതിയല്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് EVയിലേക്ക് വരുമ്പോൾ ഇത്രയും വ്യത്യാസം വരുന്നത്. സോ നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ച് വണ്ടി എടുക്കുക, അത്രയുമേ ഉള്ളൂ. സോ അത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെന്ന് എടുക്കാവുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന EV എടുക്കാൻ പോകുന്നത് കുറേ അധികം ആൾക്കാർ EV എടുത്തതിന് ശേഷമാണ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അതിന് പകരം EVയെ കുറിച്ച് പഠിച്ചതിന് ശേഷം വണ്ടി എടുക്കുക. ഫസ്റ്റില് ഒരാൾ ഇതിലോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് തിരക്കേണ്ടത് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നത്? കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2020 വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഒരു 13 വാട്ടായിട്ട് ആ സമയത്ത് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇതായിട്ട് ഞാൻ എഴുതിയിടുന്നുണ്ട്. അത് തീർന്നിട്ടില്ല, പ്രോഗ്രസ്സിലാണ്, വായിക്കേണ്ടവർക്ക് വായിക്കാം. ഇത് ആക്ച്വലി ഗൂഗിൾ ഡ്രൈവിൽ ഒരു ലിങ്കിൽ ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അത് എനിക്ക് കാണാൻ വെക്കും. അല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും അതിനകത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ യൂസ് കേസ് EVക്ക് പാകത്തിനുള്ള ഒരു യൂസ് കേസ് ആണോ നിങ്ങളുടെ? ഭയങ്കര എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും EV റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ ഒക്കണം എന്നില്ല ഈ സാധനം. പക്ഷേ എങ്കിലും എനിക്ക് ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് ഇപ്പോൾ ഒരു 48% ഉള്ളൂ. എനിക്കിനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി ഓച്ചിറയിൽ പോയിട്ട് ഇവിടെ പോവുക, മീൻസ് തിരുവനന്തപുരം പോവുകയാണ് റിക്വയർമെൻറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ ചേട്ടനെ കാണാൻ വന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ചാർജ് ഇടാൻ നോക്കി. ആക്ച്വലി ചാർജ് ഇടേണ്ട ആവശ്യം വന്നില്ല. സിയോണിനൊരു പ്രശ്നമുണ്ട്. സിയോൺ നല്ല കമ്പനിയാണ്. പക്ഷേ സിയോണും ഈ പഴയ വണ്ടിയായിട്ടൊരു കോമ്പാറ്റബിലിറ്റി പ്രശ്നം ഉള്ളത് കൊണ്ട് എൻ്റെ വണ്ടിക്കകത്ത് അത് സാധാരണ ചാർജ് ആവത്തില്ല. ഓക്കെ,
സോ അതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ വേറെ അപ്പുറത്തിരുന്ന മിഷനെ എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചാർജ് ചെയ്തില്ല. പക്ഷേ എനിക്കിനിയിപ്പോൾ അമ്മയുമായിട്ടാണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഇടയ്ക്ക് എവിടുന്നെങ്കിലും ചാർജ് ചെയ്ത് പതുക്കെ പോയാൽ മതി. പക്ഷേ ഇതേ സംഗതി വളരെ എമർജൻസി ആയിട്ടുള്ള ഒരാൾക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സോ നമ്മളുടെ യൂസേജിന് വലിയൊരു ഡിപ്പെൻഡൻസി ഉണ്ട് ഇതിനകത്ത്. പിന്നെ നോർമൽ യൂസിന് ഇതൊന്നും ഒരു സംഗതിയല്ല. നോർമൽ യൂസിന് വൈകുന്നേരം വന്ന് വീട്ടിൽ ഇടുക, കുത്തിയിടുക, രാവിലെ എടുത്തുകൊണ്ട് പോവുക. സോ അങ്ങനെയുള്ളവർക്ക് വലിയ ഒരു രീതിയിലും ഇതൊരു പ്രശ്നമാകത്തില്ല. സോ ഇതൊക്കെയെന്ന് പറയുന്ന ഓരോ പാർട്സാണ്. അതുപോലെ ഒരു കുറേ അധികം പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പുതിയ ടെക്നോളജിയാണ്. നമ്മളെ ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് അധികം അവെയർ അല്ല. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തുമാത്രം സർവീസിൽ പോകേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് അവയർനെസ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് 70,000 കിലോമീറ്റർ വന്നപ്പോൾ ഒരു സൗണ്ടിൻ്റെ കാര്യം കാണിച്ച് കൊടുത്തപ്പോൾ അവർ സ്റ്റെബിലൈസർ അസംബ്ലി മൊത്തം അതും ഇതേപോലെ ഞാൻ പുറത്ത് പോയ സമയത്ത് വണ്ടി കൊടുത്തിട്ട് പോയത്. തിരിച്ച് വന്നപ്പോൾ അവർ മാറ്റി വെച്ചിട്ട് സ്റ്റെബിലൈസർ അസംബ്ലി മാറ്റിയിട്ടുണ്ട്. അതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ 4,000 രൂപയുടെ ഒരു ബില്ല് തന്നു. അപ്പോൾ എനിക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ആ സാധനം ഞാൻ പേ ചെയ്തു. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് എങ്ങനെയാണ് വാറണ്ടിക്ക് പുറത്ത് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 50,000 കിലോമീറ്റർ വരെ ഇതിന് വാറണ്ടി ഉള്ളൂ, സസ്പെൻഷൻ പാർട്സിന് വാറണ്ടി ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ യൂസർ മാനുവലിനകത്ത് 50,000 കിലോമീറ്റർ എന്നൊരു ടേം ഇല്ല. വിയർ ആൻഡ് ടിയർ പാർട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി ഇല്ല. അതല്ലാതെ ഉള്ള സാധനത്തിനെല്ലാം 1.25 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സാധനം വാറണ്ടിക്ക് പുറത്ത് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും ഞാൻ പേ ചെയ്തു. പക്ഷേ നിങ്ങളിത് കൺഫേം ചെയ്തിട്ട് ഈ സാധനം ടാറ്റയ്ക്ക് വാറണ്ടിക്ക് അയച്ചിട്ട് ഇത് റിജക്റ്റ് ചെയ്തതിൻ്റെ ഒരു പേപ്പർ എന്നെ കാണിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 50,000 കിലോമീറ്റർ വരെ ഈ സസ്പെൻഷന് വാറണ്ടി ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ദിവസത്തിന് മുമ്പത്തെ ഡേറ്റിലുള്ള ഒരു ഓർഡറോ സർക്കുലറോ എന്തെങ്കിലും ഒന്ന് നമ്മളെ കാണിക്കുക. കാരണം നിങ്ങൾക്ക് ചുമ്മാ പറയാനൊക്കത്തില്ലല്ലോ ഈ സാധനത്തിന് ഇത്രേ വാറണ്ടി ഉള്ളൂ എന്ന്. അതിനൊരു പേപ്പർ വേണ്ടേ? ഒന്നുകിൽ നമ്മുടെ യൂസർ മാനുവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം, അതല്ലെങ്കിൽ അതിനൊരു പേപ്പർ വേണം. ഇത് രണ്ടും ഞാൻ ഒരു 2 സർവീസിന് ചെന്നപ്പോഴും ഈ കാര്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, ഒന്നും തന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എങ്ങാണ്ട് അവരത് തിരിച്ച് വിളിച്ചു പറഞ്ഞു അത് വാറണ്ടി അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് പൈസ ഇട്ട് തരാം, അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. എനിക്ക് പൈസ തന്നു. പക്ഷേ ഉള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാര്യം ചോദിച്ച് ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പൈസ പോയി. EV ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മാക്സിമം ഇത് ഉപയോഗിച്ച് തീർക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് റീസെൽ വാല്യൂ ഇതിന് എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വണ്ടി എടുത്തിട്ടുള്ള ഒരെണ്ണം മീൻസ് ആക്ച്വലി ഇത് എൻ്റെ പേരിലുള്ള വണ്ടി എന്ന് പറയുകയാണെങ്കിൽ 2ാമത്തെ വണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വണ്ടി എടുത്തത് ഈ ഒരു വണ്ടിയേ ഉള്ളൂ. ഇതിനു മുമ്പുള്ളത് വീട്ടിലെടുത്തത് 2 വണ്ടി. സോ ആ 2 വണ്ടി എന്ന് പറയുന്നത് നമ്മൾ വിൽക്കാനായിട്ട് എടുത്തതല്ല. പക്ഷേ ക്യുഡ് നമ്മൾ വിറ്റു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് സർവീസ് ഭയങ്കര ഇതായിരുന്നു, കോസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ വിറ്റതാണ്. എക്കോ സ്പോർട്ട് ഇപ്പോഴും നമ്മൾ 7 വർഷത്തിന് മുകളിലായി ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നമുക്കത് വിൽക്കാൻ താല്പര്യമില്ല. സോ ബേസിക്കലി എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ EV എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് ഞാൻ പറയാനുള്ളതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടങ്ങുന്നതെല്ലാം പുതിയ മീൻസ് ഈ ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചറിലുള്ള EVs ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ZS അല്ലെങ്കിൽ മറ്റേ ഹുണ്ടായുടെ വണ്ടിയൊക്കെ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോഡൽസ് ആയിരിക്കും. സോ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ ബാക്കിയുള്ള വണ്ടികൾ മിക്കവാറും ഇപ്പോൾ 2 വീലേഴ്സ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നത് എല്ലാം പുതിയതായിട്ട് വരുന്ന സാധനം. സോ മേ ബി ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇപ്പോൾ വണ്ടി വാങ്ങിക്കുന്നവരാണെങ്കിലും കുറച്ച് മുമ്പ് വാങ്ങിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ റീസെയിൽ എന്ന് പറയുന്ന ഒരു 3-4 വർഷം കഴിഞ്ഞ് 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് റീസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയം ആവുമ്പോഴത്തേക്കും ഒരു വലിയ നമ്പർ ഓഫ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും, പുതിയ വണ്ടികൾ, അതും വില കുറവിലും. സോ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ പഴയ ഒരു വണ്ടി കൊണ്ടുവന്ന് റീസെയിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലായിരിക്കും. 1.60 കഴിഞ്ഞ് 2 പേരെ എനിക്ക് ഡയറക്റ്റ് അറിയാം, മീൻസ് കോണ്ടാക്ട് ഉണ്ടെന്നല്ല, ഡയറക്റ്റ് അറിയാം. അതിനകത്ത് ഒരു പുള്ളിക്കാരൻ പറയുന്നത് ബാറ്ററി പാക്ക് മാറ്റിയിട്ടില്ല എന്നാണ്. വേറെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ ബാറ്ററി മാറ്റിയിട്ടില്ല എന്നാണ്. മീൻസ് മറ്റേ ആളിനെ എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഇവർ രണ്ടുപേരും ബാറ്ററി പാക്ക് മാറിയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഇനിയും ചിലപ്പോൾ കുറേ പേര് കാണാം, 5-10 പേരൊക്കെ ചിലപ്പോൾ കാണാമായിരിക്കാം. പക്ഷേ നമ്മളുടെ അറിവിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് 1 ലക്ഷത്തിന് താഴെ തന്നെ ഇഷ്ടം പോലെ ബാറ്ററി പാക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാതെ
അതായത് ചുമ്മാ പോയി ഒരു EV എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് 4 വർഷമാകുന്നു. ഈ ജനുവരി 4 വർഷമായി. സോ ഈ 4 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതിനകത്ത് ഗ്രേ ഏരിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വേറെ കമ്പനിയുടെ കാര്യം പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് യൂസ് ചെയ്ത് പരിചയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാമായിരുന്നു. EV വാങ്ങിച്ചിരിക്കുന്നത് മിക്കവരും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇതിൻ്റെ ഒരു ഗ്രൂപ്പിൽ എന്തിലെങ്കിലും ചേരുന്നത് നല്ലതായിരിക്കും. കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രശ്നമാണോ അല്ലയോ എന്നൊന്ന് തിരിച്ചറിയാനും പ്രശ്നം വരുമ്പോൾ എങ്ങനെ അത് ഡീൽ ചെയ്യണമെന്നൊക്കെ അറിയാനും ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ കയറുന്നത് നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇന്ന ഗ്രൂപ്പ് എന്നില്ല, പല വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫ്രീ ആയിട്ടുണ്ട്. സോ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ബാക്കിയുള്ളവർക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി, അവർ സർവീസ് സെൻ്ററിൽ നിന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള സംഗതിയാണോ, അതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ അന്വേഷിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ, അത് ആ ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ ഉപകരിക്കും. ഓക്കെ, ഇപ്പം ടോട്ടലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതായിട്ട് ഒരു ഷോർട്ടായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, അതായത് ഞാൻ വണ്ടി എടുത്ത 2020 ഒക്ടോബറിലാണ്. ഇപ്പം ഏതാണ്ട് 3 വർഷം ആവാതാണ്. ഒക്ടോബറിൽ 4 വർഷമാണ്. സോ ഇത്രയും നാളിനിടയ്ക്ക് ഇത് ഓടിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 1.20 വരെ ഓടിക്കുന്നത് ഭയങ്കര മീൻസ് അത്യാവശ്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. 85,000 ബാറ്ററി പാക്ക് മാറ്റിയെങ്കിൽ ഞാൻ വലിയൊരു കൺസേൺ ആക്കി എടുത്തില്ല, അത് റാൻഡം ഫെയിലുവർ എന്നുള്ള രീതിയിലൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ചാർജിങ്ങിൻ്റെ കുറേ ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ലോ മോഡിലോട്ടായി പോയായിരുന്നു കുറച്ചാണ്. പക്ഷേ പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോഴാണ് ഈ ബാറ്ററിയുടെ രണ്ടാമത്തെ ഇഷ്യൂ വന്നത്. ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലാതെ പോയി. ഓവറോൾ ഓടിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതായതുകൊണ്ടാണ് എനിക്ക് ഡെയിലി പോയി വരാൻ ഒക്കുന്നത്, വീട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്തേക്ക് മാറുകയാണ്, വേറെ കുറേ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ എങ്കിലും അതുകൊണ്ടാണ് എനിക്ക് ഇത്ര നാൾ പോയി വരാനുള്ളത്. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല സംഗതിയാണ്, ഒരു കുഴപ്പമില്ല. എനിക്കിതുവരെ ഇത് വലിയ രീതിയിലുള്ള പണികളൊന്നും തന്നിട്ടില്ല. കുറേ പണികളൊക്കെ ഉണ്ട്, പക്ഷേ ആ പണികൾ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ തീരത്തില്ല. സോ അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അതിനകത്ത് പല ഇഷ്യൂസും ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്യൂ അതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഇഷ്യൂസ് വരാം. ആകെപ്പാടെ ഞാൻ വണ്ടി എടുക്കുന്ന ആ ബയേഴ്സ് 2020-21 സമയത്ത് എഴുതിയിരുന്ന റിവ്യൂവിനകത്ത് ഒരു വണ്ടി എടുക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് എഴുതിയേക്കുന്നതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യാതെ എടുത്തിട്ടുള്ളൂ. ഒരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയം കിടക്കുമെന്നുള്ളത്, എത്ര സമയം വർക്ക്ഷോപ്പിൽ കിടന്നു പോകും എന്നുള്ള കാര്യം ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ആ സംഗതിയും പിന്നെ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്തത്, പക്ഷേ ഇപ്പം ഞാനതും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ള സംഗതിയാണ്. പിന്നെ ഈ എസ്കലേഷൻ മെട്രിക്സിൻ്റെ കാര്യവും പ്രോപ്പറായിട്ട് സർവീസ് കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷന് വേണ്ടി ബാക്ക് ടു ബാക്ക് മെയിൽ അയക്കലും വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കേസും ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സംഗതിയല്ല. അത് നമ്മൾ ഒരിടത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് നേരത്തെ ടാറ്റ ഓണേഴ്സിന് മാത്രമേ അതിനെക്കുറിച്ചൊരു ഐഡിയ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മെയിൽ അയക്കേണ്ട ആവശ്യവും ചിലപ്പോൾ ബാക്കിയുള്ള വണ്ടികൾക്ക് വരുത്തില്ല. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ചോദിക്കുന്ന വേറൊരു എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും, കിലോമീറ്റർ ഇപ്പം 1,70,000 കഴിഞ്ഞ് വന്നപ്പം ഓൾറെഡി വാറണ്ടി കഴിഞ്ഞതിന് ശേഷം 10 കിലോമീറ്ററോളം ഇതായി. ഇപ്പം നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഒരു ആദ്യം വണ്ടി എടുക്കുന്ന ആദ്യത്തെ ഉള്ള ഒരു ടൈമിലുള്ള ബാറ്ററിയുടെ ഒരു റേഞ്ചും ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ഇതും കൂടെ, ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടല്ലോ വെച്ചേ, ആ ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള അന്നപ്പോഴത്തേക്ക് ബാറ്ററിയുടെ ഒരു റേഞ്ചും ഇപ്പോഴത്തെ റേഞ്ചും തമ്മിൽ അധികം ബാറ്ററിയുടെ പവറിന് വ്യത്യാസമോ എന്തെങ്കിലും? റേഞ്ച് നോർമലി അത് റേഞ്ച് കുറയുകയാണ് നോർമലി ചെയ്യാറ്. പക്ഷെ അത് ആക്ച്വലി എനിക്ക് അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് പറയാൻ ഒക്കില്ല. അത് ഞാൻ പറയാൻ ഒക്കുന്ന തിയററ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 12% അടുത്ത് കുറവുണ്ട്. കാരണം എൻ്റെ വണ്ടിയുടെ ഇപ്പോഴത്തെ SOH വാല്യൂ 89%. 100% നമുക്ക് കിട്ടുന്നത്. എൻ്റെ ബാറ്ററി ഫസ്റ്റ് മാറിയ സമയത്ത് 94 എന്നാണ് എൻ്റെ ഓർമ്മ. തിരിച്ച് കിട്ടിയ ബാറ്ററി പാക്കിന് 95%. സോ ഇപ്പോൾ 89% ആണെങ്കിലും എഫക്റ്റീവ്ലി ഈ 1.7 ലക്ഷം കിലോമീറ്റർ നോക്കുമ്പോൾ 88% ഉണ്ടാവും ഒരു സാധാരണ വണ്ടിക്ക്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 12% റേഞ്ച് ഡിഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് റിയൽ ലൈഫിൽ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫിൽ ഓടാൻ പാകത്തിനുള്ള ഒരു റൂട്ട് വേണം. ഓക്കെ, പിന്നെ ഇത് ഫസ്റ്റിലെ ടയർ ചേഞ്ച് ചെയ്യുന്ന എത്രാമത്തെ കിലോമീറ്ററിലാണ്? 1,29,000.
കാരണം എനിക്ക് ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തതിൻ്റെ അകത്ത് ഒരു പുള്ളിക്കാരനെ ഇത് പറഞ്ഞത്, പുള്ളി ഗോവയിലോട്ട് പോകേണ്ട ഒരു ഇത് വന്നുകൊണ്ട് മാത്രം ഒരു 98,000 എങ്ങാണ്ട് 2 ടയർ എങ്ങാണ്ട് ചേഞ്ച് ചെയ്തു. അതിനുശേഷം പിന്നെ 1,00,000 മേളിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാനത് ഫസ്റ്റില് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഒന്നിന് മേളിലോട്ടൊക്കെ ടയർ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല, അത് ആക്ച്വലി ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു സ്റ്റഡി പറയുന്നുണ്ടായിരുന്നു, EVകൾക്ക് ടയറിന് ലൈഫ് കുറയുന്നു. സംഗതി സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ വളരെ കൂടുതലാണ് വണ്ടിക്ക്, വെയിറ്റും കൂടുതലാണ്. സോ ഈ 2 കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ടയറിന് ലൈഫ് ആക്ച്വലി കുറയുക വേണ്ടത്. പക്ഷെ ഉള്ള പ്രശ്നം, നമ്മൾ മലയാളികൾ ഓൾമോസ്റ്റ് എല്ലാവരും വണ്ടികൾ എടുക്കുന്നത് മാക്സിമം മൈലേജോട് ഓടിക്കാനാണ്, റേഞ്ച് കൂടുതൽ കിട്ടാൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ബ്രേക്കിങ്ങും ലീനിയർ ആണ്, ആക്സിലറേഷനും ലീനിയർ ആണ്. ഇത് രണ്ടും ലീനിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടയറിനകത്തുള്ള എഫേർട്ട് കുറഞ്ഞിരിക്കും. അപ്പം ആ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പെട്രോൾ ഡീസൽ വണ്ടിക്കും മൈലേജ് എന്തായാലും ആ രീതി മീൻസ് ഈ പറഞ്ഞ ഇത്രയും കിട്ടുന്നില്ല. അല്ല, അതിനകത്ത് ഇപ്പോ നല്ല ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഡ്യുവൽ ക്ലച്ച് ഒക്കെ ഇല്ലേ, അതുപോലത്തെയൊക്കെ ഓട്ടോമാറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നീറ്റായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേഞ്ച് കിട്ടേണ്ടതാണ് അതിനകത്ത്. കാരണം ഇ വി ആണെന്നുള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ ഐസ് എഞ്ചിൻ ആണെന്നുള്ളതോ നമ്മൾ അകത്തുള്ളവർക്കുള്ള കാര്യമാണ്. ടയറിനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സോ എന്തുമാത്രം വേഗത്തിൽ ഈ പറഞ്ഞ സ്പീഡ് എടുക്കുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ചവിട്ടി നിർത്തുന്നു, ഈ 2 സാധനമാണ് മെയിൻ ആയിട്ടുള്ള തേയ്മാനത്തിനുള്ള കാരണങ്ങൾ. ഈ 2 എന്തുമാത്രം കുറയ്ക്കുന്നു. ഇപ്പൊ കണ്ടില്ല, ഒരു വണ്ടിയൊക്കെ സ്പീഡിൽ പോകുന്നു. സോ ഈ നല്ല സ്പീഡിൽ പോകുന്ന ഒരു സാധനം ചവിട്ടി നിർത്തുമ്പോൾ അത്ര എനർജി വേസ്റ്റ് ആയി പോയി. കുറെ ബ്രേക്ക് പാഡിൽ പോകും, കുറച്ച് ടയറിൽ പോകും. സോ അങ്ങനെ തേഞ്ഞു പോകുന്നതാണ് കൂടുതൽ. പിന്നെ ടയർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, ടയർ പ്രഷർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വെക്കുന്ന കാര്യങ്ങൾ. സോ അത് വെച്ച് നോക്കുക. എൻ്റെ ആക്ച്വലി അവസാനം പൊട്ടിയപ്പോൾ ഞാൻ മാറ്റിയതാണ്. അത് വേണമെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ടായിരുന്നു. ടയർ അലൈൻമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നിട്ടും ഒരു സൈഡായിട്ട് കുറച്ച് തേഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഒരു 10,000 കിലോമീറ്ററോട് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല 1.5 ലക്ഷം കഴിഞ്ഞ വരെ 2 പേരെ അറിയാമെന്ന്. അതിനകത്ത് ഒരു പുള്ളി 2 ലക്ഷമായിട്ടും പുള്ളി ബ്രേക്ക് പാഡ് മാറ്റിയിട്ടില്ല, ഇതും മാറ്റിയിട്ടില്ല, ടയറും മാറ്റിയിട്ടില്ല. 2 ലക്ഷം. പക്ഷെ പുള്ളി ഭയങ്കര ക്ലീൻ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ റേഞ്ച് ഒക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഇത് മീൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുന്ന ആളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അല്ല, EVയിലോട്ട് വരുന്നവർ അങ്ങനെ നോക്കിയാൽ അതിൻ്റെ അകത്ത് കൂടുതലും ലാഭത്തിന് വേണ്ടിയിട്ടാണ് EV നോക്കുന്നത്. അപ്പം മനു, വണ്ടിയുടെ റിവ്യൂ ഇപ്പം ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. എന്തായാലും വിപിനെ കാണാനത്തോളം ഇങ്ങനെ ഒരു വീഡിയോ വഴിയാണ് കോണ്ടാക്ട് കിട്ടിയതെങ്കിലും ഇത് കണ്ടതും ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ വളരെയധികം നല്ലതായിരിക്കട്ടെ. EV കമ്മ്യൂണിറ്റിക്ക് ഇച്ചിരിയെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്ദി, താങ്ക്സ്.